അപ്പോൾ നമ്മൾ എന്താ പരിപാടി? ഫിഷ് പക്കോറ. പക്കോട എന്നൊക്കെ പറയും. അപ്പോൾ നല്ല അടിപൊളി ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ നല്ല വൃത്തിയെ കഴുകിയെടുത്ത് ഇതിനൊക്കെ ബോൺലെസ് ആക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് നല്ല അടിപൊളി ഫിഷ് പക്കോറ ഉണ്ടാക്കാം. ഇത് നമുക്കിതിൻ്റെ തൊലി എടുക്കലാണ് വലിയൊരു ടാസ്ക്. ഇത് മീൻ തൊലിയെ കുറിക്ക് എളുപ്പമുണ്ടാ. ഇതല്ല, തല വേണ്ട, അത് വേണ്ട, നമുക്ക് മീറ്റ് മാത്രം എടുക്കണം. നല്ല അസല് മീറ്റ്. മെല്ലെ താഴെ എന്താ മീൻ ഈ മുള്ള് നമുക്ക് ഒഴിവാക്കണം. എന്താണ് ഈ മുള്ള് ഒഴിവാക്കണം. ഇങ്ങനെ പീസാക്കാം. ഇതല്ല, ഇതിനെടുക്കാം. ഒരല്പം നാരങ്ങ നീര് ഒഴിക്കുക, ഉപ്പ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മിക്സ് ചെയ്യണം. പതുക്കട്ടാ. പിന്നെ അടുത്ത മസാല, കുറച്ചൊരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഒരല്പം കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, ഒരല്പം ഗരം മസാല, കുറച്ച് മസ്റ്റാർഡ് പേസ്റ്റ്. ഇത് മസ്റ്റാണ് കേട്ടോ. കുറച്ച് അജ്വൈൻ എന്ന് പറഞ്ഞാൽ അയമോദകം, ഒരല്പം മല്ലിച്ചപ്പ് മിക്സ് ചെയ്തോ. കുറച്ച് കോൺഫ്ലവർ, കുറച്ച് കടലമാവ്, ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇട്ട് നോക്കാം. ഇതിൻ്റെ മുകളിൽ ലൈറ്റായിട്ട് മല്ലി ഇലങ്ങൾ പോയി കിട്ടാൻ അതിന് ഭംഗി വേറെ തന്നെ. ഇത് നമുക്ക് എൻ്റെ ഒരു ചട്നി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നല്ല നാടൻ പുളി ചെറിയ ചൂടുവെള്ളത്തിൽ വെച്ചാട്ടാ. ഇത് സ്പെഷ്യൽ മസാല, ഒരല്പം ഉപ്പ്, ഒരല്പം കാശ്മീരി ചില്ലി, ഒരല്പം കുരുമുളക് പൊടി, ഇത് കുറച്ച് മുള്ളങ്ങി ചുരണ്ടി കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില്, കുറച്ച് ചൂടാക്കിയ ഓയിൽ. ഇതിനെ മിക്സ് ചെയ്തിട്ട് അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ. നമുക്ക് ടേസ്റ്റ് നോക്കണം. വാവ്, നമുക്ക് ടേസ്റ്റ് നോക്കണം. ആദ്യം നമ്മൾ വെറുതെ റോ ആയിട്ട് ടേസ്റ്റ് നോക്കാം. അപ്പോൾ സൂപ്പർ കേട്ടാ.